ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ആ ഒരു മനോഭാവം എന്താണ് എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Okay, Eight of Swords, Champion of Swords, Ace of Pentacles, the Devil, the Empress, the Hanged One, Apprentice of Wands, Six of Wands, Five of Swords, Seven of Cups, the Moon, Ace of Wands, the Sun, Oracle of Cups, and one more, Ace of Cups. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്ത് പല രീതിയിലുള്ള തടസ്സങ്ങൾ കടന്നു വരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ്. അതായത് രണ്ടു പേർക്കും ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ടെന്നില്ല, രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമാണ് തടസ്സം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം. കൂടുതലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയെ എപ്പോഴും പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആളുടെ ലൈഫിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാം. ആ ഒരു പേഴ്സൺ എത്രയൊക്കെ ഊർജ്ജത്തോടെ ഇതിനകത്തേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പോഴും ആ ഒരു വ്യക്തിയെ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് പാടില്ല എന്ന് കരുതുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ പർപ്പസ്ഫുള്ളി വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജി അല്ല പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അല്ല ഇവിടുത്തെ പ്രശ്നക്കാർ, മറ്റുള്ള സാഹചര്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കണം, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ അല്ല കറൻ്റ്ലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളുടെ ഒരു പ്രഷർ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകുന്ന ആൾക്കാരുണ്ടാവാം. അതായത് ഇടയ്ക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ മുറുകുന്നു, വീണ്ടും ഒന്നഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാറ്റേൺ നല്ലതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു എയ്റ്റ് ഓഫ് സോഡ്സ്, അതുപോലെ ഹാങ്ഡ് വൺ, മൂൺ എനർജി. ഈ കാർഡ്സിലെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ, മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, ഭയം, ആങ്സൈറ്റി, ഫിയർ, തടസ്സം ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന എനർജീസാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ മനസ്സിലുള്ള ആ ഒരു ഏർജ് ഒക്കെ നമുക്കതും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. മാത്രമല്ല
ഈ ഒരു പാറ്റേണിലുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിനു മുൻപും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ദാറ്റ് മീൻസ് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു തടസ്സം വളരെ സ്ട്രോങ് ആയതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം എന്താണോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണോ, അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റുന്ന ആരെങ്കിലും ആയിരിക്കണം എന്നില്ല. ചിലരെ സംബന്ധിച്ച് അവരുടെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളുണ്ടാവും. ഈ ഒരു വ്യക്തി ചിലപ്പോൾ അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ അങ്ങ് ഫ്രീ ആയിട്ട് ഇറങ്ങി പോരാൻ പറ്റാത്ത ആരെങ്കിലും ആയിരിക്കാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്ക് വിടുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കാം. ആ ഒരു സാഹചര്യം എന്ത് ചെയ്യണമെന്നറിയില്ല. നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനോ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവർ ഇതിനകത്ത് കിടന്ന് ചിലപ്പോൾ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പെട്ടുപോയിട്ടുള്ള ആ ഒരു സാഹചര്യം ഏതാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങനെ പെട്ട് കിടന്നാൽ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വെറുതെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പേഴ്സണും അല്ല. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനും, അല്ലെങ്കിൽ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. ഇവിടെ നമുക്ക് ആ ഒരു സ്വിഫ്റ്റ് മൂവ്മെന്റ് ഒക്കെ കാണാം. ചാമ്പ്യൻ ഓഫ് സോർഡ്സ് എനർജിയാണ്, ഈസ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. രണ്ടുപേർക്കും ചിലപ്പോൾ ആ ഒരു തരത്തിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇത് ഓഫായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഓൺ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിനകത്തുള്ള പ്രശ്നം ഇന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് തുടർന്ന് പോകാൻ സാധിക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാണാം. ഇത് ഒരു സിറ്റുവേഷനകത്ത് കിടന്ന് ഇവർ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ടോക്സിക് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ചിലപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫിയർ ആയിരിക്കാം. ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നല്ല രീതിയിൽ മാനസികാവസ്ഥയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആയിരിക്കണം എന്നില്ല. അവരുടെ ഒരു ടൈം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒട്ടും മനസ്വസ്ഥതയും സമാധാനവും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊക്കെ തേടി വരുന്ന ഒരു അവസ്ഥയായിരിക്കും. ചില സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും എല്ലാ നല്ല കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് ചേരാറുണ്ട്. എന്നാൽ ചില സമയത്ത് നമ്മൾ എന്താ പറയുക, അത്രയും കടന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പോലും എല്ലാം പാളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു സിറ്റുവേഷനിലും കൂടി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പല എനർജീസിലും അത് കാണാം. ഒരു വളരെ സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന എനർജി എന്ന് പറയുന്നത് വീണ്ടും ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്റ്റക്നെസ്സിലേക്ക് പോകുന്നതായിട്ട് പല എനർജിയിലും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എംപ്രസിന് ശേഷം വീണ്ടും വന്നിരിക്കുന്ന ഹാങ്ഡ് വൺ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവർ എന്തൊക്കെയോ ഒരു അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഊരി പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടാതെ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ് അങ്ങനെയുള്ള കാര്യത്തിനകത്തൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ചൊരു മനധൈര്യവും കുറവുള്ളൊരു വ്യക്തിയും കൂടി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടാവാം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ കാരണം അവർക്ക് തന്നെ ഒരു ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള റീഡിംഗ് അല്ലാത്തതുകൊണ്ട് കൂടുതൽ നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. എങ്കിലും നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിലനിൽക്കുന്നത് ആരാണെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയും കൂടിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ തേർഡ് പാർട്ടി ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇത് റെസണേറ്റ് ആവില്ല. കാരണം ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് വ്യക്തികളുടെ ഈഗോ പ്രോബ്ലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. പുറമേ നിന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് ഇതിനകത്ത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 6 ഓഫ് വാണ്ട്സ്, അതുപോലെ തന്നെ നോക്കുമ്പോൾ ഈ ഒരു 5 ഓഫ് സോർഡ്സ് എനർജി, ദാറ്റ് മീൻസ് ആ ഒരു സർപ്പമാണത്. അതായത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു വിക്ടറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് അത് ചിലപ്പോൾ നേരായ രീതിയിലൂടെ നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയെ ഇപ്പോൾ നമ്മൾ ചില കേസിലൊക്കെ പറയുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ എല്ലാം ഒത്തുതീർപ്പാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല. കുറച്ച് വളഞ്ഞ വഴിയിലൂടെ മാത്രം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളത്. അപ്പോൾ ഏത് മാർഗത്തിലൂടെ നിങ്ങൾ വിചാരിച്ച ഒരു രീതിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള വഴികൾ അന്വേഷിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രെഡിനകത്ത് ഈ ഒരു മൂൺ ആൻഡ് സൺ രണ്ട് എനർജീസും ഒരുപോലെ കയറി വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്ന പോലെയാണ്. അതായത് ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊരു മറുവശമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്രൈറ്റ്നസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കടന്നു വരാനായിട്ട് ഒരുപാട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി. കൂടുതൽ വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് പോകുന്ന ഒരു രീതിയിലായിരിക്കാം. അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ വളരെ ഒരു എനർജറ്റിക് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അത്രയും ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് വീണ്ടും കടന്നു വന്നിട്ടുള്ള ഒരു സമയമായിരിക്കാം. കാരണം ഇവർ കുറച്ചൊരു ടഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കും എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുത്തവരുടെ ആയിരിക്കാം ചിലപ്പോൾ കൂടുതലും എനർജീസ് കയറി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ലാസ്റ്റ് രണ്ട് എനർജീസ് ആണെന്നുണ്ടെങ്കിലും ഒറാക്കിൾ ഓഫ് കപ്സ് ആൻഡ് ഈസ് ഓഫ് കപ്സ് എനർജിയാണ്. ഒരുപാട് സ്നേഹമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡീപ്ലി നിങ്ങളോട് കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അപ്പുറത്തെ വശത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ടഫ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ അങ്ങനെ വെറുതെ വിട്ട് കളയാൻ സാധിക്കാത്ത അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ഒന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടാവണമെന്നില്ല, അതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസത്തോടു കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും നിങ്ങളെ വിട്ട് കളയാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ആക്ഷൻ എടുക്കുന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് മനസ്സാന്നിധ്യമുള്ള ഒരു പേഴ്സൻ്റെ എനർജിയിലാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അതിൽ പൈസസ് എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ലിയോ വന്നിട്ടുണ്ട്, ടോറസ്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ആൻഡ് ജെമിനൈ ഉണ്ട്. ഇനി അതുപോലെ കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 15, നമ്പർ 12, നമ്പർ 18 ആൻഡ് നമ്പർ 19. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലം അല്ല, മറ്റ് ചില ഫാക്ടേഴ്സാണ് ഇതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള തടസ്സം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്കകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പുറത്തേക്ക് വരാനുള്ള അവർക്ക് ചിലപ്പോൾ ആ ഒരു ഫിസിക്കലി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഉള്ള പേടി, അല്ലെങ്കിൽ ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ കുറച്ചും കൂടി സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിച്ച് ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ്. ചിലവരാണെങ്കിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെങ്കിൽ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവറോൾ എനർജി ആയിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആക്ഷൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ അവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഒന്നൊരു ഫൈനൽ എനർജി ആയിട്ട് രണ്ട് കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, ലൈറ്റ് വന്നിട്ടുണ്ട്, ഒരു കാർഡ് കൂടി എടുക്കാം. ഹോപ്പും വന്നിട്ടുണ്ട്. രണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒന്നില്ലെങ്കിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു നിലപാടിൽ തന്നെയായിരിക്കും ഈ വ്യക്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് എനർജീസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പേഴ്സണാണ്. ഒരുപാട് തടസ്സങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും ആ ഒരു തടസ്സത്തിനകത്ത് ഇരുന്ന് പോവാതെ ഇതിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ കൂടുതലായിട്ടും ആ ഒരു തേർഡ് പാർട്ടി മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജീസാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടി ഒഴിവാകാനായിട്ട്, ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.